ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു പ്രായത്തിൽ കൂടിയ സ്ത്രീ വിവാഹം കഴിക്കുന്നതിനും അല്ലെങ്കിൽ പ്രണയിക്കുന്നതും ഒന്നും ഒരിക്കലും ഒരു തെറ്റായ കണ്ണോടുകൂടി ആരും തന്നെ കാണുന്നില്ല. വെച്ചാൽ അത് അവരവരുടെ ചോയ്സാണ്. ആരെ വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ആരെ പ്രണയിക്കണം എന്നുള്ളത് അവരവരുടെ ചോയ്സാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അതൊരു തെറ്റായ കണ്ണോട് കൂടിയിട്ട് മറ്റുള്ളവർ കണ്ടാൽ പോലും അത് എന്താ പറയുക, അത് വിട്ടുകളയേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായത്തിൽ കൂടിയ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനും അല്ലെങ്കിൽ പ്രണയിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന സാധാരണ സ്വന്തം പ്രായത്തിനൊപ്പം അല്ലെങ്കിൽ തൻ്റെ പ്രായത്തിനോടൊപ്പം അല്ലെങ്കിൽ തന്നെക്കാൾ പ്രായത്തിൽ കുറഞ്ഞ ഒരു സ്ത്രീയോട് ഒരു ഇഷ്ടം അല്ലെങ്കിൽ പ്രണയം തോന്നുന്ന രീതിയിലുള്ളൊരു അപ്രോച്ച് നടത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും അവർക്കൊരു നിങ്ങളോടൊരു പ്രണയം ഇഷ്ടം തോന്നുകയൊന്നും ചെയ്യില്ല. പകരം പ്രായത്തിൽ കൂടുതലായിട്ടുള്ള സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു പക്വതയായിട്ട് കൂടിയിട്ടുള്ള ഒരു പ്രണയമോ അല്ലെങ്കിൽ ഒരു ലൈഫൊക്കെ ആയിരിക്കും അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ബാഹ്യമായിട്ടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷനേക്കാൾ കൂടുതൽ അവരെ ആകർഷിക്കുന്നത് നിങ്ങളുടെ ബൗദ്ധികം, അതായത് നിങ്ങളുടെ ഇൻ്റലക്ച്വലായിട്ടുള്ള രീതികളും അതുപോലെ മെച്യൂരിറ്റിയൊക്കെ ആയിരിക്കും അവരെപ്പോഴും ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നിങ്ങളുടെ ഇഷ്ടം അല്ലെങ്കിൽ പ്രണയം അറിയിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവരെ നിങ്ങളോട് അടുപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഇന്ന് നോക്കുന്നത്. നിങ്ങളെക്കാൾ മുതിർന്ന ഒരു സ്ത്രീയെ നിങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ ഇഷ്ടം അറിയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ വ്യക്തിത്വം പൂർണ്ണമായിട്ടും അവരെ പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളുടെ ആത്മവിശ്വാസം തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടായിരിക്കും അവരോട് സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു പ്രശംസ രീതിയിലുള്ളത് നിങ്ങൾക്ക് ഭയങ്കര ഭയങ്കര അട്രാക്റ്റീവാണ് അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സൗന്ദര്യമുണ്ട് എന്നുള്ള ഒരിക്കലും അവർ അപ്രോച്ച് ചെയ്യേണ്ടത്. എപ്പോഴും വളരെ ഒഴുക്കോട് കൂടിയിട്ട് പ്രശംസിക്കുന്ന രീതിയിലായിരിക്കരുത് ഒരിക്കലും അവരെ അപ്രോച്ച് ചെയ്യേണ്ടത്. തികഞ്ഞ കോൺഫിഡൻസോടുകൂടിയും അതുപോലെ നിങ്ങളുടെ പേഴ്സണാലിറ്റി നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന രീതിയിലുമായിരിക്കണം എപ്പോഴും ഇവരെ അപ്രോച്ച് ചെയ്യേണ്ടത്. പ്രായത്തിൽ മുതിർന്ന ഒരു സ്ത്രീയെ നിങ്ങളുടെ ഇഷ്ടം പ്രണയം അറിയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പ്രായത്തിൽ കുറഞ്ഞ പെൺകുട്ടികളുടെ അടുത്ത് നിങ്ങളിപ്പോൾ ഇമ്മച്ചുറായിട്ട് പെരുമാറിയാൽ പോലും പക്ഷേ പ്രായത്തിൽ മുതിർന്ന ഒരു സ്ത്രീയുടെ അടുത്ത് ഒരിക്കലും മെച്യൂരിറ്റി ഇല്ലാതെ സംസാരിക്കുക ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ സംസാരത്തിലൂടെ അല്ലെങ്കിൽ ആയിരിക്കും എപ്പോഴും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും അതുപോലെ നിങ്ങളുടെ മെച്യൂരിറ്റി മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ അപ്രോച്ചും അതുപോലെ തന്നെ സംസാര രീതിയും എപ്പോഴും തികഞ്ഞ പക്വതയോട് കൂടിയിട്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളെക്കാൾ പ്രായത്തിൽ കൂടിയ ഒരു സ്ത്രീയെ നിങ്ങൾ ഇഷ്ടപ്പെടുകയോ അതിൽ പ്രണയിക്കുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുകയോ ചെയ്യുമ്പോൾ ഒരിക്കലും നിശ്ചയദാർഢ്യമില്ലാതെ അല്ലെങ്കിൽ ആത്മവിശ്വാസമില്ലാതെ ഒരിക്കലും അവരെ തികഞ്ഞ നിശ്ചയദാർഢ്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടി മാത്രമായിരിക്കണം അവരെ സമീപിക്കേണ്ടത്. അതുപോലെ തന്നെ അവർക്ക് ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ സ്ത്രീകളെന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ജോലിയുടെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും നിങ്ങളുടെ പിൻബലം ഒന്നും ഒരിക്കലും അവർക്ക് ആവശ്യമുണ്ടായിരിക്കില്ല. അവരെപ്പോഴും നിങ്ങളിൽ നിന്ന് ആത്മവിശ്വാസത്തോടും അതുപോലെ പക്വതയോടും കൂടി തികഞ്ഞ നിശ്ചയദാർഢ്യത്തോടും കൂടിയിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കും എപ്പോഴും അവർ ആഗ്രഹിക്കുന്നത്. പരസ്പരം സംസാരിക്കാനായിട്ട് തുടങ്ങിക്കഴിയുമ്പോൾ തുടക്കത്തിലേ തന്നെ അവരുടെ താല്പര്യം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള സംസാരമായിരിക്കരുത് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അവരുടെ വ്യക്തിപരമായിട്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരിക്കേണ്ട ടൈമൊന്നും ആദ്യം തന്നെ ഒരിക്കലും സംസാരിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ഒരിക്കലും ചെറിയ പെൺകുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ അത് പറയാനൊക്കെ ഇഷ്ടമുണ്ടാകും. പക്ഷേ ഒരു പ്രായത്തിൽ ഒരു പക്വതയായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരിക്കലും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഒരിക്കലും താല്പര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംസാരം മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ മുൻകാലങ്ങളിലുള്ള അനുഭവങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം നിങ്ങളുടെ ഏജിനെ കുറിച്ച്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരെക്കാൾ നിങ്ങൾക്ക് പ്രായം കുറവാണ് എന്നുള്ള ഒരു ചിന്ത ഇടയ്ക്കിടയ്ക്ക് പറയാതിരിക്കുക. അപ്പോൾ അത് അവർക്കൊരു വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ പ്രായം കുറവാണ് പ്രായം കൂടുതലാണ് അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രായം കുറവാണ് എന്നുള്ള തരത്തിലുള്ള പ്രായത്തെക്കുറിച്ചുള്ള സംസാരം മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്കിപ്പോൾ പ്രായത്തിൽ കുറവാണ് എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഇമ്മച്ചുറായിട്ട് സംസാരിക്കുക. വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ വെറുപ്പിക്കാത്ത തരത്തിലുള്ള സംസാരമായിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ വസ്ത്രധാരണ
സംസാരണത്തിൽ ശ്രദ്ധിക്കുക, അതുപോലെ എന്താ പറയുക വളരെ ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കുക. ഇത്തരം കാര്യങ്ങൾ വളരെ കുലീനമായി, ചുരുക്കി പറഞ്ഞ് വളരെ കുലീനമായിട്ടുള്ള സംസാരവും അതുപോലെ പെരുമാറ്റവുമായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. വളരെ എന്താ പറയുക എപ്പോഴും സന്തോഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള, പരസ്പരം സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരം രീതികളൊക്കെ ആയിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ എന്താ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഓവർ പൊസസീവ്നെസ് കാണിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും കുറച്ച് ഏജായിട്ടുള്ള സ്ത്രീകൾക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അവരെപ്പോഴും അവരുടെ ഒരു ലെവലിൽ തന്നെ നിങ്ങളെ കാണാനായിരിക്കും എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യമേ പറഞ്ഞു പ്രായത്തിൽ കൂടിയ സ്ത്രീയെ ഇഷ്ടപ്പെടുകയും വിവാഹം കഴിക്കുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രണയം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ചെറിയ പെൺകുട്ടികളുടെ അടുത്ത് പെരുമാറുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമൊന്നും ഒരിക്കലും അവരുടെ പ്രായത്തിൻ്റെ പക്വത കൊണ്ടും ജീവിതാനുഭവം കൊണ്ടും അവർ ആഗ്രഹിക്കില്ല. അപ്പോൾ ഇതേ രീതിയിലൊക്കെ ആഗ്രഹിച്ച് നിങ്ങളുടെ പ്രണയം നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.